പല ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡിനെ അപേക്ഷിച്ചിട്ടും ക്രെഡിറ്റ് കാർഡ് കിട്ടാത്തവർക്ക് 100% ഗ്യാരണ്ടീഡ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രീതിയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡും ഞാൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഇതുവരെ ഈ ഒരു ഫേസ്ബുക്ക് പേജിലും ഈ ഒരു യൂട്യൂബ് ചാനലിലും നിരവധി ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന ഓഫറുകൾ ഉൾപ്പെടുത്തി പല ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾ മിക്സ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യാറുള്ളത്. എന്നാൽ അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ബാങ്കിൻ്റെ തന്നെ വ്യത്യസ്ത ക്രെഡിറ്റ് കാർഡുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അതായത് IDFC എന്ന ബാങ്കിൻ്റെ വ്യത്യസ്ത തരത്തിൽപ്പെട്ട ക്രെഡിറ്റ് കാർഡുകൾ. ഓരോ ക്രെഡിറ്റ് കാർഡിനും വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആളുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഫീച്ചറുകളുണ്ട്. ചിലത് ലൈഫ് ടൈം ഫ്രീ ആയിരിക്കും, ചിലത് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തെടുക്കേണ്ടതുണ്ടാവും. അങ്ങനെ ഓരോന്നിനും വ്യത്യസ്ത ഫീച്ചറുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ അത്തരത്തിലുള്ള ചില കാർഡുകളൊന്ന് പരിചയപ്പെടുകയാണ്. ഓരോ ക്രെഡിറ്റ് കാർഡിനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യും മുന്നേ നിങ്ങൾക്ക് ഏത് ക്രെഡിറ്റ് കാർഡ് എടുത്താലാണ് ഉപകാരപ്പെടുക, നിങ്ങളുടെ ആവശ്യം എന്താണ്, അപ്പോൾ അതിലുള്ള ഓഫറുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ അല്ലെങ്കിൽ ഗുണകരമാണോ, ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വിശദമായിട്ട് ഓരോ ക്രെഡിറ്റ് കാർഡുകളുടെ ഫീച്ചറുകൾ മനസ്സിലാക്കാം. IDFC ഫസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് IDFC സെലക്ട് എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, ആളുകൾ ഇത്രയും മാത്രം ആകർഷിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം ഫ്രീ ആണ്. അത് കിട്ടുന്നതിന് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് നമ്മൾ ജോയിനിങ് ഫീയോ ആനുവൽ ഫീയോ ഒന്നും തന്നെ നൽകേണ്ടതില്ല. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിയാൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 5000 രൂപ പർച്ചേസ് നടത്തുകയാണ്. അത് എന്തിലും പർച്ചേസ് ചെയ്യാം. അങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ അവരയച്ചു തരും. അപ്പോൾ ഇത് IDFC ബാങ്കിൻ്റെ മില്ലണിയ, ക്ലാസിക്, വെൽത്ത് എന്നിങ്ങനെയുള്ള ക്രെഡിറ്റ് കാർഡുകൾക്കും ലഭ്യമാണ്. പിന്നെ മറ്റൊരു പ്രധാന പ്രത്യേകത, നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഫോറക്സ് മാർക്കപ്പ് ഫീ എന്നും പറഞ്ഞ് 4% വരെ ചാർജ് പല ബാങ്കുകളും ഈടാക്കാറുണ്ട്. എന്നാൽ ഇവിടെ 1.99% മാത്രമാണ് ഫോറക്സ് മാർക്കപ്പ് ഫീ ആയിട്ട് IDFC ഫസ്റ്റ് ഇത്തരത്തിലുള്ള കാർഡുകൾക്ക് വാങ്ങുന്നത്. IDFC സെലക്ട് ക്രെഡിറ്റ് കാർഡുകളുടെ മറ്റൊരു പ്രധാന ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൂവി ടിക്കറ്റ് വാങ്ങുമ്പോൾ മറ്റൊരു മൂവി ടിക്കറ്റ്, അത് 125 രൂപ വിലയുള്ള ഒരു മൂവി ടിക്കറ്റ് നമ്മൾ വാങ്ങുമ്പോൾ മറ്റൊരു 125 രൂപ വിലയുള്ള മൂവി ടിക്കറ്റ് സൗജന്യമായിട്ട് ലഭിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു മൂവി ടിക്കറ്റ് നമുക്ക് ലഭിക്കുന്നത് സൊമാറ്റോ തുടങ്ങിയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനോടെ പർച്ചേസ് ചെയ്യുമ്പോഴാണ്. ഒരു മാസത്തിൽ 2 തവണ നമുക്ക് ഇത്തരത്തിൽ ഒരു ടിക്കറ്റ് വാങ്ങുമ്പോൾ മറ്റൊരു ടിക്കറ്റ് സൗജന്യമായിട്ട് ലഭിക്കും. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നത് ആ ഒരു ക്രെഡിറ്റ് കാർഡിൽ ലോഞ്ച് ആക്സസ് ഉണ്ടോ എന്നാണ്. IDFC ഫസ്റ്റിൻ്റെ സെലക്ട് ക്രെഡിറ്റ് കാർഡുകൾക്ക് ഡൊമസ്റ്റിക് എയർപോർട്ടുകളിൽ സ്പാ ആക്സസും ലോഞ്ച് ആക്സസും ക്വാർട്ടർലി 2 എന്ന തോതിലുണ്ട്. ഇനി IDFC ഫസ്റ്റിൻ്റെ വെൽത്ത് എന്നുള്ള ക്രെഡിറ്റ് കാർഡാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക്കിലും മാത്രമല്ല ഇൻ്റർനാഷണൽ എയർപോർട്ടിലും ലോഞ്ച് ആക്സസ് സൗജന്യമായിട്ട് ലഭിക്കും. എല്ലാ ക്രെഡിറ്റ് കാർഡുകളും ഇപ്പോൾ ലോഞ്ച് ആക്സസ് നൽകുന്നത് നമ്മൾ മുൻപുള്ള ക്വാർട്ടറിൽ ആ ഒരു ക്രെഡിറ്റ് കാർഡ് എത്രമാത്രം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ IDFC ഫസ്റ്റും നമ്മുടെ ഈ ഒരു സെലക്ട് ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങൾ ക്വാർട്ടർലി 20,000 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ക്വാർട്ടറിൽ നിങ്ങൾക്ക് 2 ലോഞ്ച് ആക്സസ് എന്ന രീതിയിലാണ് തരുന്നത്. അതുകൂടാതെ നമുക്ക് ഈ ഒരു IDFC ഫസ്റ്റിൻ്റെ സെലക്ട് ക്രെഡിറ്റ് കാർഡുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് സൈഡ് അസിസ്റ്റൻസ് നമ്മുടെ വാഹനങ്ങൾക്ക് അത് 1399 രൂപ വിലയുള്ളത് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ലഭിക്കുന്നതാണ്. IDFC ഫസ്റ്റിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ATM സെൻറ്ററിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർ ട്രാൻസാക്ഷന് 199 രൂപ പ്ലസ് GST എന്ന തോതിലാണ് അവർ വാങ്ങുന്നത്. ചിലരത് മിനിമം 500 രൂപ എന്ന രീതിയിലോ അല്ലെങ്കിൽ 2.5% എന്ന രീതിയിൽ വാങ്ങാറുണ്ട്. ഇവിടെ അത് കുറവാണ്. ഇനി മറ്റൊന്ന്, ആദ്യത്തെ 45 ദിവസത്തേക്ക് അവർ ഇൻട്രസ്റ്റ് ഒന്നും തന്നെ ഈ ഒരു ക്യാഷിന് വാങ്ങുന്നില്ല. പക്ഷേ മിക്കവരും അതിന് ഇൻട്രസ്റ്റ് വാങ്ങാറുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മൾ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഈ 45 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് തിരികെ അടച്ചിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8.5% മുതൽ 46.2% വരെ പലിശ അത് ഇയർലി എന്ന രീതിയിൽ അവർ നമ്മളിൽ നിന്നും വാങ്ങും. അപ്പോൾ അതുകൊണ്ട് ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് വേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. എല്ലാ ക്രെഡിറ്റ് കാർഡുകളുടെ പോലെ തന്നെ IDFC ഫസ്റ്റിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾക്കും നമുക്ക് റിവാർഡ് പോയിന്റ് ലഭിക്കും. പക്ഷേ മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇവിടെ റിവാർഡ് പോയിന്റുകൾ ഒരിക്കലും എക്സ്പയർ ആവുന്നില്ല. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 150 രൂപയ്ക്കും അവർ ഒരു റിവാർഡ് പോയിൻ്റാണ് നമുക്ക് തരുന്നത്. ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 പൈസക്ക് തുല്യമാണ്. ക്വാർട്ടർലി നമ്മൾ 20,000 രൂപയ്ക്ക് മുകളിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ റിവാർഡ് പോയിന്റുകൾ 10 ഇരട്ടിയായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഗുണവും ഈ ഒരു IDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾക്കുണ്ട്. ഞാനിവിടെ ഇപ്പോൾ സൂചിപ്പിച്ച ഈ ഒരു ഓഫറുകൾ അതായത് IDFC ഫസ്റ്റിൻ്റെ സെലക്ട്, അതുപോലെ മില്ലണിയ, ക്ലാസിക്, വെൽത്ത് എന്നിങ്ങനെയുള്ള കാർഡുകൾക്കാണ്. ഇത് കൂടാതെ നിരവധി ക്രെഡിറ്റ് കാർഡുകൾ കൂടി IDFC ഫസ്റ്റിനുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഓഫറുകൾ കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ പരിചയപ്പെടാൻ വന്ന ഒരു റൂപേ ക്രെഡിറ്റ് കാർഡാണ്. അത് IDFCയുടെ പവർ പ്ലസ് എന്ന് പറയുന്ന റൂപേ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, ഇത് റൂപേ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ നമുക്ക് പല
ആപ്ലിക്കേഷനുകൾ, അതായത് ഗൂഗിൾ പേ അതുപോലെ തന്നെ ഫോൺ പേയിലൊക്കെ നമുക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് HPCLലാണ് നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്യാസ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 5% സേവിങ്സ് ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഇത് കൂടാതെ HP-യുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ റിവാർഡ് പേ ബാക്ക് ആയിട്ട് നമുക്ക് 1.5% കൂടി കിട്ടും. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് 6% സേവ് ചെയ്യാൻ കഴിയും, അത് ഫ്യൂവൽ ഫില്ല് ചെയ്യുമ്പോൾ മാത്രം. HPCLൻ്റെ ബങ്കളിൽ നമ്മൾ ഈ ഒരു കാർഡ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ 500 രൂപയ്ക്കാണ് ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്യാസ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 500 രൂപ തന്നെ ക്യാഷ് ബാക്ക് ആയിട്ട് ഇതിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇതിലും റോഡ് സൈഡ് അസിസ്റ്റൻസ് നമുക്ക് വർഷത്തിൽ 4 തവണ, അത് 1399 രൂപ വില വരുന്നത് സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. 2 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻറ്റ് കെയർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാർഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 25,000 രൂപയുടെ കവറേജും ഉണ്ട്. അപ്പോൾ പല ക്രെഡിറ്റ് കാർഡുകൾക്കും ഇത്തരത്തിലൊരു ആക്സിഡൻറ്റ് കെയർ ഒക്കെ ഉണ്ട്, അത് നമ്മളൊന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് റെൻ്റ് എ കാർ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഡൊമസ്റ്റിക് ആയാലും ഇൻ്റർനാഷണൽ ആണെങ്കിലും നമുക്ക് 50% വരെ ഡിസ്കൗണ്ടും ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. IDFC ഫസ്റ്റിൻ്റെ സെലക്ട് ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിരുന്നുവെങ്കിൽ ഇവിടെ അത് സൗജന്യമല്ല. ഇതിന് നമ്മൾ 499 രൂപ പ്ലസ് GST എന്ന രീതിയിൽ ആനുവൽ ഫീ നൽകേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ഒരു വർഷത്തിൽ 1.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത ആ ഒരു ആനുവൽ ഫീ നമുക്ക് തിരികെ തരികയും ചെയ്യും. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് IDFC ഫസ്റ്റിൻ്റെ സ്വൈപ്പ് എന്നാണ് ക്രെഡിറ്റ് കാർഡാണ്. നമ്മൾ ഇതുവരെ പരിചയപ്പെടാത്തൊരു ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടി നമ്മൾ ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ 5000 രൂപ സ്പെൻഡ് ചെയ്യുകയാണ് ഈ ഒരു കാർഡ് ഉപയോഗിച്ചെങ്കിൽ നമുക്ക് 2000 റിവാർഡ് പോയിന്റ്, അതായത് 500 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള റിവാർഡ് പോയിന്റ് ഇവിടെ കിട്ടും. അത് നമുക്ക് റിഡീം ചെയ്തെടുക്കാം. ഈ ഒരു കാർഡ് കിട്ടുന്നവർക്ക് ലെൻസ് കാർഡിൻ്റെ ഗോൾഡ് മെമ്പർഷിപ്പ്, അത് 600 രൂപ വിലയുള്ളത് സൗജന്യമായിട്ട് 1 വർഷത്തേക്ക് ലഭിക്കും. ഈ ഒരു കാർഡ് കിട്ടി 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഫസ്റ്റ് EMI ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് 1000 റിവാർഡ് പോയിന്റ് ഇവിടെ സൗജന്യമായിട്ട് ലഭിക്കും. ഈസി മൈ ട്രിപ്പിൽ നമുക്ക് 2100 രൂപ ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള കൂപ്പൺ ഈ ഒരു ക്രെഡിറ്റ് കാർഡിനോടൊപ്പം ലഭിക്കും. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് 5000 രൂപ വരെയുള്ള 1 സൈഡ് ടിക്കറ്റിന് 500 രൂപയും നമ്മൾ 2 സൈഡിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് 7000 രൂപ വരെയുള്ളതിന് 700 രൂപയും നമുക്കിവിടെ ഓഫ് ലഭിക്കുന്നുണ്ട്. 4000 രൂപ വരെ റെൻറ്റ് വരുന്ന ഹോട്ടൽ റൂമുകൾ നമ്മൾ ഇന്ത്യക്കുള്ളിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 700 രൂപ ഡിസ്കൗണ്ടും ഇവിടെ ലഭിക്കും. പിന്നെ Paytm മൂവീസിലും ടാറ്റ ക്ലിക്കിലൊക്കെ തന്നെ നമുക്ക് നല്ലൊരു രീതിയിൽ ഡിസ്കൗണ്ട് ഈ ഒരു കാർഡ് ഉപയോഗിച്ചാൽ കിട്ടും. പിന്നെ നമുക്ക് റെയിൽവേയിൽ ലോഞ്ച് ആക്സസും ഈ ഒരു കാർഡിനുണ്ട്. ഈ ഒരു കാർഡും സൗജന്യമല്ല, 499 രൂപ പ്ലസ് GST എന്ന തോതിൽ നമ്മളിതിന് ജോയിൻ ഫീ നൽകേണ്ടതുണ്ട്. പല ബാങ്കുകളുടെയും ക്രെഡിറ്റ് കാർഡുകൾക്ക് അപേക്ഷിച്ചിട്ട് ഇതുവരെയും ഒരു കാർഡും അപ്രൂവ് ആയി കിട്ടാത്ത നിരവധി ആളുകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിൽ വരുമാനം തെളിയിക്കാൻ പറ്റിയ പ്രൂഫുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്കൊരു 20,000 രൂപ FD ഇടാമെങ്കിൽ, അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റും കിട്ടും. അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് 100% ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന പരിപാടിയും IDFCക്ക് ഉണ്ട്. അതാണ് IDFC ഫസ്റ്റിൻ്റെ വൗ എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ 20,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് അതിൻ്റെ ഫീച്ചർ എന്ന് കൂടി നമുക്കറിയാം. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് തീർത്തും സൗജന്യമായിട്ട് ലഭിക്കുന്നത്, അതായത് നിങ്ങൾ ജോയിനിങ് ഫീയോ ആനുവൽ ഫീയോ ഒന്നും തന്നെ നൽകേണ്ടതില്ല. പിന്നെ ഇതിന് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് കിട്ടുന്ന സമയത്ത് 250 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള റിവാർഡ് പോയിന്റ് കൂടി ലഭിക്കും. ബുക്ക് മൈ ഷോയിൽ നിങ്ങൾ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 50% ഓഫർ ലഭിക്കും. പിന്നെ ഇവരുടെ പാർട്ട്നേഴ്സ് റെസ്റ്റോറൻറ്റുകൾ, അതായത് ഒരു 1500 പരമുണ്ട് അത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ, അതുപോലെ അവരുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള മറ്റു ബ്രാൻഡുകൾ, ഒരു 300 പരം ബ്രാൻഡുകൾ, ഇവിടെയൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഡിസ്കൗണ്ട് ലഭിക്കും. ഫോറക്സ് കൺവേർഷൻ ഫീ ഇതിൽ 0 ആണ്. 2 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ ഇതിലുണ്ട്. അതുകൂടാതെ നമുക്ക് ഫോറക്സ് കൺവേർഷൻ ഫീ അത് 0 ആണ്. പിന്നെ നിരവധി ഓഫറുകളുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ സൈഡിൽ കാണിക്കാം, വാക്കൊന്ന് വായിച്ചു നോക്കിക്കോ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് IDFC ഫസ്റ്റിൻ്റെ ഏൺ എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇത് റൂപേ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേയിലും ഫോൺ പേയിലൊക്കെ ആഡ് ചെയ്തിട്ട് UPI ട്രാൻസാക്ഷൻസിന് ഉപയോഗിക്കാം. അത്തരത്തിൽ നമ്മൾ UPI ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അത് ഇവരുടെ ആപ്ലിക്കേഷനിൽ കൂടിയാണ്, അതായത് IDFC ഫസ്റ്റിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്ലിക്കേഷൻ കൂടിയാണ് നടത്തുന്നതെങ്കിൽ നമുക്ക് 1% ക്യാഷ് ബാക്ക് കിട്ടും. ഇനി മറ്റുള്ള ആപ്പുകളിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ നമുക്ക് 0.5% ആയിരിക്കും ക്യാഷ് ബാക്ക് ലഭിക്കുക. ഇത്തരത്തിൽ മാസത്തിൽ നമുക്ക് 500 രൂപ വരെ ക്യാഷ് ബാക്ക് ഇതിലൂടെ ലഭിക്കും. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഇട്ടിട്ട് നിങ്ങൾ ഫസ്റ്റ് നടത്തുന്ന UPI ട്രാൻസാക്ഷൻ എത്രയാണോ അത് 100% നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കും. അതായത് പരമാവധി 500 രൂപ വരെ. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് റോഡ് സൈഡ് അസിസ്റ്റൻസും അതുപോലെ സൊമാറ്റോയുടെ ഡിസ്ട്രിക്ട് ആപ്പിൽ നമുക്ക് 25% വരെ ഡിസ്കൗണ്ട് ഒക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ നമ്മൾ മിനിമം 5000 രൂപ FD ഇടേണ്ടി വരും. ആ ഒരു FDക്ക് നമുക്ക് 6.75% പലിശയും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് കിട്ടുമെന്ന് ഇവരിവിടെ പറയുന്നില്ല. എന്നാലും ആവശ്യമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ സിബിൽ സ്കോർ കൂടി നോക്കിയിട്ടായിരിക്കും ഈ ഒരു കാർഡ് തരിക. പിന്നെ ഇതിന് ജോയിനിങ് ഫീ ഉണ്ട്, അത് 499 രൂപ പ്ലസ് GST ആണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല അടിപൊളി, നല്ല പ്രീമിയം ഫീച്ചേഴ്സ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ്. IDFC ഫസ്റ്റിൻ്റെ മയൂര എന്നാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2500 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള റിവാർഡ് പോയിന്റ് സൗജന്യമായിട്ട് ആദ്യമേ ലഭിക്കും.
ഈ ഒരു കാർഡ് കിട്ടി 60 ദിവസത്തിനുള്ളിൽ നമ്മൾ നടത്തുന്ന 4 ട്രാൻസാക്ഷൻസിന് 1000 രൂപ വെച്ചിട്ട് ക്യാഷ് ബാക്ക് കിട്ടും. അതായത് മൊത്തം 4000 രൂപ ക്യാഷ് ബാക്ക്. ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് ബുക്ക് മൈ ഷോയിൽ 500 രൂപ വരെയും വിലയുള്ള ഒരു മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു മൂവി ടിക്കറ്റ് 500 രൂപ വിലയുള്ളത് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കും. അത് മാസത്തിൽ 2 തവണ ലഭിക്കും. ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ എന്ത് ട്രാൻസാക്ഷൻ നടത്തിയാലും 0 മാർക്കപ്പ് ഫീ ആയിരിക്കും. ഇനി ലോഞ്ച് ആക്സസ് ആണ് ഇതിൽ ഏറ്റവും അടിപൊളി. അതായത് ഓരോ ക്വാർട്ടറിലും നമുക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലും ഡൊമസ്റ്റിക് എയർപോർട്ടിലും 4 ലോഞ്ച് ആക്സസ് വീതം സൗജന്യമായിട്ട് ലഭിക്കും. ക്വാർട്ടറിലാണെന്നും കൂടി ആലോചിക്കണം കേട്ടോ. ഇത് കൂടാതെ നമുക്ക് റെയിൽവേയിൽ അവിടെയും നമുക്ക് ലോഞ്ച് ആക്സസ് ഇതുപോലെ ക്വാർട്ടറിൽ 4 ലഭിക്കുന്നുണ്ട്. പിന്നെ ഗോൾഫ് കോഴ്സ് അവിടെ നമുക്ക് 2 ആക്സസ് സൗജന്യമാണ്. മൊത്തം അടിപൊളിയല്ലേ? പിന്നെയും അടിപൊളി ഓഫേഴ്സ് ധാരാളം ഇതിനുണ്ട്. അപ്പോൾ അതിൽ ചിലത് ഞാൻ ഇവിടെ കാണിക്കാം. പിന്നെ ഇതിന് ജോയിനിങ് ഫീ ഉണ്ട്, അത് ഇത്തിരി കൂടുതലാണ്. 5999 രൂപ പ്ലസ് GST എന്ന തോതിൽ നമ്മൾ ജോയിനിങ് ഫീ നൽകേണ്ടി വരും. പിന്നെ ഇത് കൂടാതെ IDFC ഫസ്റ്റിന് അശ്വ എന്ന് പറയുന്ന മറ്റൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അധികം വലിയ ഓഫറുകളൊന്നും അതിൽ കാണാനില്ല. പക്ഷേ നമ്മൾ ആദ്യം നടത്തുന്ന ട്രാൻസാക്ഷൻസ് 4 എണ്ണത്തിനും നമുക്ക് 100% ക്യാഷ് ബാക്ക് കിട്ടും. അതായത് പരമാവധി 500 രൂപ വരെ. പിന്നെ അതുകൂടാതെ നമ്മൾ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ 400 രൂപ വരെയുള്ള ഒരു ടിക്കറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് മറ്റൊരു 400 രൂപ ടിക്കറ്റ് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കും. അത് നമുക്ക് മാസത്തിൽ 2 തവണ എന്ന രീതിയിൽ ലഭിക്കും. അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാന ഓഫർ. പിന്നെ ഇതുപോലെ ഗോൾഫ് കോഴ്സിൽ ഓഫറൊക്കെ ഉണ്ട്, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ IDFC ഫസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ക്രെഡിറ്റ് കാർഡുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടത്. അപ്പോൾ ഓരോന്നിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല, കാരണം വെച്ചാൽ ഭയങ്കരമായിട്ട് വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അപ്പോൾ എന്തായാലും ഓരോന്നിനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായി വരുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.